കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും താങ്ങി നിർത്തുന്നത് എന്നും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളാണ്. UDFിലെ കോൺഗ്രസ് എംപിമാരെല്ലാം വഖഫ് ബില്ലിനെ എതിർക്കുകയായിരുന്നു. കേരള കോൺഗ്രസിലെ രണ്ട് പ്രധാന വിഭാഗങ്ങളും ക്രൈസ്തവ സഭയെ തള്ളുകയാണ് ഇവിടെ. ഈ രാഷ്ട്രീയ തീരുമാനം വരും തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണം ചെയ്യുമെന്നതാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. BJPക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്നാൽ ബില്ലിനെ CPMും എതിർക്കുകയാണ്. പക്ഷേ കോൺഗ്രസിനോടുള്ള KCBCയുടെ പ്രതികാരം ചില കേന്ദ്രങ്ങളിലെങ്കിലും ഇടതിന് വോട്ടാകുമെന്ന ചിന്ത CPMനുണ്ട്. വഖഫിനെ കോൺഗ്രസ് എതിർത്തത് സമസ്തയുടെയും മുസ്ലിം സംഘടനകളുടെയും സമ്മർദ്ദഫലമാണ് എന്ന് KCBC വിലയിരുത്തുന്നുമുണ്ട്. ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെ UDF ത്രിശങ്കുവിലായി എന്നായിരുന്നു പ്രചാരണങ്ങൾ. എന്നാൽ KCBC നിലപാട് തള്ളിയ കോൺഗ്രസ് നേതൃത്വം പാർലമെന്റിൽ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. ലോക്സഭയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. സമസ്തയും പരസ്യ നിലപാട് സ്വീകരിച്ചു. ഇതിനോടൊപ്പം നിന്ന് കേന്ദ്ര സർക്കാരിനെ എതിർക്കുകയായിരുന്നു കോൺഗ്രസും. ബില്ലിനെ ശക്തമായി എതിർക്കാനും പാസാക്കിയാൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനും മുസ്ലിം ലീഗും തീരുമാനിച്ചിട്ടുണ്ട്. CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കാതെ MPമാർ സഭയിൽ ഹാജരാകുകയും ബില്ലിനെ എതിർക്കുകയും ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബില്ല് ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. തുടർന്ന് JPCക്ക് വിട്ടു. സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ തള്ളി ഭരണപക്ഷം ബില്ലിൽ മാറ്റങ്ങൾ വരുത്തി. ഈ ബില്ലാണ് വീണ്ടും അവതരിപ്പിച്ചത്. കോൺഗ്രസ് എതിർത്തുവെങ്കിലും രണ്ട് സഭയിലും വഖഫ് ബില്ല് പാസ്സാകുമെന്ന് ഉറപ്പാണ്. മുസ്ലിം വോട്ടുകൾ കേരളത്തിലെ രാഷ്ട്രീയ അടിത്തറയുടെ ഭാഗമാണ്. മുസ്ലിം സംഘടനകൾ ബില്ലിനെ ശക്തമായി എതിർക്കുന്നതിനാൽ പാർട്ടികൾ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തി. അങ്ങനെയാണ് KCBCയുടെ ആവശ്യം തള്ളിയത്. കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായി UDF കുത്തകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതിലെത്തിയപ്പോൾ ചെറിയ അടിയൊഴുക്കുകൾ ഉണ്ടായി. അപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ കോൺഗ്രസിന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. KCBCയുടെ പരസ്യ നിലപാടിനെ വഖഫിൽ കോൺഗ്രസ് തള്ളുമ്പോൾ ആ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ BJPയും മെനയുകയാണ്. കേരളത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദു MLAമാർക്ക് മാത്രമേ അതിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. 1988 ശ്രീ മാതാ വൈഷ്ണോ ദേവി ഷ്രൈൻ ആക്ട് പ്രകാരം ലഫ്റ്റനന്റ് ഗവർണറാണ് ചെയർമാൻ. ഇനി ആ പദവിയിൽ ഹിന്ദു വിശ്വാസി അല്ലാത്ത ഒരാളാണെങ്കിൽ വിശ്വാസിയായ ഒരാളെ നിർദ്ദേശിക്കണമെന്ന് അനുശാസിക്കുന്നുണ്ട്. ഇത് വിവേചനമില്ല, മറിച്ച് വിശ്വാസങ്ങളോടുള്ള ബഹുമാനമാണ്. വസ്തുത ഇതായിരിക്കെ വഖഫ് സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് വിവേചനമാണ്. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഞങ്ങൾ പലതവണ ആവർത്തിച്ച വിഷയമാണ്. KCBCയും CBCയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൗരവകരമാണ് എന്ന് ഇപ്പോഴെങ്കിലും മന്ത്രി അംഗീകരിക്കുന്നുവെന്നത് സന്തോഷകരമായ കാര്യമാണ്. സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ടകളെ KCBC തന്നെ പലതവണ അപലപിച്ച കാര്യം അദ്ദേഹം മറന്നുപോയെന്ന് സംശയമുണ്ട്. രാജ്യത്തുടനീളം ക്രിസ്തീയ ദൈവാലയങ്ങൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും അതിക്രമം നടക്കുമ്പോൾ അത് സഭയിൽ ഉന്നയിക്കാൻ പോലും അനുമതി നൽകാത്ത സർക്കാരാണിത്. രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്നു. ഒരു വശത്ത് മുസ്ലിം പള്ളിയും മറുവശത്ത് ക്രിസ്ത്യൻ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. പുരോഹിതർ സ്ത്രീകൾക്ക് വെള്ളം നൽകുന്ന കാഴ്ചയുണ്ട് എന്നും കേരളത്തിലെ മതമൈത്രിയെ ഉയർത്തിക്കാട്ടി KC വേണുഗോപാൽ പറഞ്ഞു. പക്ഷെ ഈ പ്രസ്താവന കൊണ്ടൊന്നും മുനമ്പത്തുകാർ തൃപ്തരല്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് അവർ. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട UDF MPമാരായ ഹൈബി ഈഡന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും ഓഫീസിലേക്ക് മാർച്ച് നടത്തി BJPയും രാഷ്ട്രീയ സന്ദേശം നൽകി കഴിഞ്ഞു. കൊച്ചി കലൂരിൽ നിന്ന് ഹൈബി ഈഡന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഇടുക്കിയിൽ ചെറുതോണിയിലുള്ള ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്കും മാർച്ച് നടത്തി പ്രതിഷേധിച്ചു.